ദേശീയ അധ്യക്ഷനെ കണ്ടെത്താൻ സാധിക്കാതെ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന BJPയെ മൂക്കുകയറിട്ട് പിടിച്ചിരിക്കുകയാണ് RSS. ഇതാദ്യമായി BJPയിൽ കാര്യമായ ഇടപെടൽ നടത്തിയ RSS തങ്ങളുടെ നിലപാടുകൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്നും അധ്യക്ഷന്മാരെ ഇനി തങ്ങൾ തീരുമാനിക്കുമെന്നുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 2024 ജനുവരിയിൽ JP നഡ്ഡയ്ക്ക് പകരം പുതിയ അധ്യക്ഷനെ BJP തീരുമാനിക്കുമെന്ന രീതിയിലാണ് വാർത്തകൾ വന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും തീരുമാനമെന്നായിരുന്നു പിന്നീട് വിശദീകരിച്ചത്. പ്രഖ്യാപനം വന്ന് 1.5 വർഷങ്ങൾക്ക് ഇപ്പുറവും പുതിയ അധ്യക്ഷനെ തീരുമാനിക്കാൻ സാധിക്കാതെ BJP നട്ടം തിരിയുന്നൊരു വേളയിലാണ് RSSന്റെ എൻട്രി സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ BJPയിൽ നരേന്ദ്രമോദി അമിത്ഷാ സഖ്യം പിടിമുറുക്കിയ ശേഷം RSSനുണ്ടായിരുന്ന മേൽക്കൈ ഇല്ലാതായിരുന്നു. എന്നാൽ 2024 തെരഞ്ഞെടുപ്പിൽ 303-ൽ നിന്ന് 240 സീറ്റുകളിലേക്ക് BJP കൂപ്പുകുത്തിയതോടെ RSS പതുക്കെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. അതിന് തെളിവാണ് 2014 പ്രധാനമന്ത്രിയായ മോദി അതിനുശേഷം ആദ്യമായി RSS ആസ്ഥാനം സന്ദർശിക്കുന്നത് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇനി പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമ്പോൾ തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രപ്പോസൽ അംഗീകരിച്ചാൽ മതി എന്നൊരു അന്ത്യശാസനം RSS നൽകി കഴിഞ്ഞു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയും അമിത്ഷായുടെ അടുത്ത സഹായിയുമായ ഭൂപേന്ദ്ര യാദവാണ് പുതിയ അധ്യക്ഷ പദവിക്കരികെ നിൽക്കുന്ന വ്യക്തി. ഹരിയാന മുൻ മുഖ്യമന്ത്രിയും കേന്ദ്ര നഗരവികസന മന്ത്രിയുമായ മനോഹർലാൽ ഖട്ടർ, മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവരാണ് സജീവമായി പരിഗണിക്കപ്പെടുന്ന മറ്റ് 2 പേർ. ഇവർ 3 പേരും RSSൽ നിന്ന് പൊതുജീവിതം ആരംഭിച്ചവരും ഇന്നും RSSുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരുമാണ്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി മോദിയുമായി കൃത്യമായ അകലം പാലിക്കുന്ന നേതാക്കളാണ് ഇവരെന്നും നമുക്ക് കാണാൻ സാധിക്കും. ന്യൂഡൽഹിയിൽ RSS മേധാവി മോഹൻ ഭാഗവത്തിൻ്റെയും ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന നേതൃയോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നും ഇപ്പോൾ പറയപ്പെടുന്നു. സംസ്ഥാന അധ്യക്ഷന്മാരെ കണ്ടെത്തുന്നതിൽ BJPക്ക് വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതോടെയാണ് സത്യത്തിൽ RSS BJPയെ അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന് പിന്നാലെ കഴിഞ്ഞ 2 ആഴ്ചകളിൽ മാത്രമായി 9 പുതിയ സംസ്ഥാന അധ്യക്ഷന്മാരെയാണ് BJP കണ്ടെത്തിയത്. ഈ പുതിയ സംസ്ഥാന അധ്യക്ഷന്മാരിൽ മിക്കവാറും പേർ സംസ്ഥാന ഘടകങ്ങളിലെ പ്രമുഖരായവർ അല്ല എന്നതാണ് സത്യം. മറിച്ച് RSSുമായി ചേർന്ന് ദീർഘകാലം നിശബ്ദരായി പ്രവർത്തിക്കുന്നവരാണ് സംസ്ഥാനങ്ങളുടെ തലപ്പത്തേക്ക് വന്നിരിക്കുന്നത്. RSS നിശ്ചയിക്കുന്ന നേതാക്കൾക്കെതിരെ മത്സരിക്കാൻ പോലും ആരും തയ്യാറാകാത്തതാണ് വേഗത്തിൽ അധ്യക്ഷന്മാരെ കണ്ടെത്താൻ സാധിച്ച ഒരു ഘടകം. ഈ പുതിയ നേതാക്കളിൽ ഒട്ടുമിക്കവരും എതിരില്ലാതെ തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. മഹാരാഷ്ട്രയിൽ മുൻമന്ത്രി രവീന്ദ്ര ചവാനും ഉത്തരാഖണ്ഡിൽ രാജ്യസഭാ അംഗം മഹേന്ദ്ര ഭട്ടും ഹിമാചൽ പ്രദേശിൽ രാജീവ് ബിന്ദലും അധ്യക്ഷന്മാരായി. തെലങ്കാനയിൽ G കിഷൻ റെഡ്ഡിയെ മാറ്റി CN രാമചന്ദ്ര റാവു രംഗത്തെത്തിയതും ആന്ധ്രയിൽ പുരന്ദരേശ്വരിക്ക് പകരം PVN മാധവ് വന്നതും അപ്രതീക്ഷിത നീക്കമായിരുന്നു. RSS നേതാക്കളാണ് ഇവരൊക്കെ. മധ്യപ്രദേശിലാണെങ്കിൽ അത്ര പരിചയമില്ലാത്ത ഹേമന്ത് ഗണ്ടേവാലിയെയാണ് RSS BJP സംസ്ഥാന അധ്യക്ഷന്റെ പണി ഏൽപ്പിച്ചിരിക്കുന്നത്.